ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കോളേജിലെ പരിപാടിയാണ്, ലാസ്റ്റ് പരിപാടിയാണ് ഫെയർവെൽ. അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. ഭയങ്കര വെയിൽ. ഇപ്പോൾ ഇറങ്ങുന്നുള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് എത്താൻ പറഞ്ഞത്, കാരണം 2 മണിക്കാണ് പരിപാടി തുടങ്ങുക. അപ്പോൾ പോവാണ്. പിന്നെ ഫസ്റ്റ് വ്ളോഗാട്ടോ. ഞാൻ ഷോർട്സ് ഞാൻ കുറേ ഇട്ടിക്ക്, പക്ഷേങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ഫസ്റ്റാണ്. നമുക്ക് പോകാം. അധികം വ്ളോഗ് എടുത്ത് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കോളേജിലെത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ ഇതാ നമ്മൾ കോളേജ് എത്തിയിട്ടോ. ഇതാട്ടോ എൻ്റെ കോളേജ്. ഞാൻ മടപ്പള്ളി കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും എത്തി. ഇനി നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോട്ടെ. ഇവിടെ വന്ന പഠനം നേരെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഇവരാണ് ക്യാമറാമാൻ. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും ക്ലാസ്സിലൊക്കെ എത്തി. ഇനി പരിപാടി തുടങ്ങാൻ സമയമായിട്ടോ. നമ്മുടെ ഫെയർവെല്ലാണ്, നമ്മൾ പോയിട്ട് വരാം. തുടങ്ങി തോന്നി, ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാട്ടോ ജൂനിയേഴ്സ് ഞങ്ങൾക്ക് തന്ന സർപ്രൈസ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞാക്കിയിട്ട് തൂക്കിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സാറുമാരൊക്കെ വന്ന് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. പിന്നെ ഞങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കാണാൻ തന്നെ എന്ത് രസമല്ലേ, നല്ല മഞ്ഞ ലൈറ്റിൻ്റെ ഇടയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ കുഞ്ഞു നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഗെയിം വന്നു. ഈ 3 കൊല്ലത്തിനിടയിലുണ്ടായ അനുഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിപാടി കഴിയാനാകുമ്പോഴത്തേക്കിനും നല്ലൊരു മഴ പെയ്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മഴയൊക്കെ നോക്കിയിരുന്നു, ഓരോന്ന് കഥയൊക്കെ പറയാട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ കോളേജ് പരിപാടിയൊന്നും ഇല്ലല്ലോ, ലാസ്റ്റ് പരിപാടിയല്ലേ ഈ ഫെയർവെൽ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിതാ പോവാണ്. ഞാൻ നേരെ പോകുന്നത് ഷോപ്പിങ്ങിനേക്ക് ആട്ടോ. അങ്ങനെ അവിടെ എത്തി. ഇതാ അനിയൻ ഡ്രസ്സിൻ്റെ റൂമിലായിട്ടുള്ളത്. അപ്പോൾ അവനുള്ള ഡ്രസ്സ് നോക്കുകയാണ്. ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സംഭവം ഒരു കല്യാണം വരുന്നുണ്ട് ഗൈസ്. അപ്പം ഏച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെ വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള പർച്ചേസിങ് കുറേ കാലമായി തുടങ്ങിയിട്ട് ഇതുവരെ കല്യാണം നാളെയാണ്. പച്ചക്കല്യാണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായില്ല പച്ച. അപ്പോൾ ഇന്ന് മാറ്റാൻ വന്ന് ഞാൻ പരിപാടി കഴിഞ്ഞ് ഫെയർവെല്ലായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. അപ്പോൾ അച്ഛനമ്മ അയച്ച് എല്ലാവരും വന്ന് ഓൽക്കെല്ലാം എടുക്കണം. അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കഴിയാനായി ഗൈസ്. അങ്ങനെ ഷോപ്പിംഗ് കഴിയാനായി. ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഇതാ ഈ ഷോപ്പിലാണ് കയറിയത്. അവരവിടെ ഉണ്ട്. എത്രയോ ദിവസം മുന്നേ തന്നെ ഇങ്ങനെ ഡ്രസ്സ് നോക്കാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ തലേന്ന ദിവസമാണ് ഷോപ്പിംഗ് ഒക്കെ മൊത്തമായിട്ട് കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. അച്ഛനും അമ്മയും പൂരിയാണ് വാങ്ങിച്ചത്, ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു മാംഗോ ഷേക്കും വാങ്ങിച്ചു. അങ്ങനെ അത് കുറച്ച് കുടിച്ചു. പിന്നെ നേരെ ചോറിലേക്കാട്ടെ പോയെ. 2 വെജിറ്റബിൾ ബിരിയാണിയെ വാങ്ങിച്ചുള്ളൂ, കാരണം ഞങ്ങൾക്ക് 3 ആക്കി. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്കൊരു കോഫി വാങ്ങിച്ചിരുന്നു. അപ്പം ഞാൻ അതും കുടിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്കാട്ടോ വന്നത്. പാർക്ക് പോലത്തെ സ്ഥലം. ദേശീയമാണ് ആദ്യം വന്ന് ഇവിടെ ഊഞ്ഞാലാടാണ്. പിന്നെ ഞാനും അങ്ങ് പോന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളിത് അവിടെ ഇങ്ങനത്തെ സ്ഥലമുണ്ട് കേട്ടോ, ഇവിടെ സിവിലിൽ കൊയിലാണ്ടി. അപ്പോൾ ഇത് കുറച്ചായിട്ട് വന്നിട്ട് നല്ലൊരു പാർക്ക് പോലെ. അപ്പോൾ അതാ അമ്മ ചേച്ചിയൊക്കെ അവിടെ നിന്ന് ഊഞ്ഞാലാടാണ്. അപ്പം ഞങ്ങൾ ഫുഡും കഴിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഹോട്ടൽ വരുന്നത്. അപ്പം ഞങ്ങളിതാ അവിടെ ഇരിക്കട്ടെ ഗൈസ്. ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒരു കുപ്പി വെള്ളമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ രാത്രി ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിവിടെ 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒന്നും ഇരുന്നില്ല. അങ്ങനെയെല്ലാം കഴിഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ബായ്.